മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ഉത്തമഗീതം 2:2 വേദപുസ്തകം പരിശോധിച്ചാൽ പലതരം മുള്ളുകളെ കാണുവാൻ കഴിയും. ശാപത്തിന്റെ ഫലമായി ഭൂമിയിൽ മുളച്ച മുള്ളുകൾ ഉണ്ട്. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. ഉൽപ്പത്തി പുസ്തകം 3:18 നാം വായിക്കുന്നു. മുള്ള് വളർന്ന് ഞെരിച്ചു കളയുന്ന വചനമാകുന്ന വിത്തിനെ കുറിച്ച് യേശു പറഞ്ഞു. മുള്ളു കഷ്ടപ്പാടുകളെയും വേദനകളെയും ശാപത്തെയും കുറിക്കുന്നു. ശലോമോന്റെ ഉത്തമഗീതത്തിൽ പറയുകയാണ്, എൻ്റെ പ്രിയ മുള്ളിനിടയിൽ ഇരിക്കുന്ന താമരയാണ് എന്ന്. പ്രത്യക്ഷത്തിൽ താമര പോലെ ഇരിക്കുമെങ്കിലും പലരും ഇന്ന് വസിക്കുന്നത് മുള്ളുകൾക്കിടയിലാണ്. പലതരം മുള്ളുകൾ ഉണ്ട്. ദൈവാശ്രയത്തിൽ നിലനിൽക്കാതെ കണ്ണിലും ഹൃദയത്തിലും തുളച്ചു കയറുന്ന മുള്ളുകൾ ഉണ്ട്. ആരും കാണാതെ ഹൃദയത്തിൽ ഇത്തിക്കണ്ണിയായി അവ വർത്തിക്കുന്നു. അവയെല്ലാം നാം തനിയെ വിളിച്ചു വരുത്തുന്ന മുള്ളുകളാണ്. എന്നാൽ ദൈവം അനുവദിക്കുന്ന ധാരാളം മുള്ളുകളും ജീവിതത്തിൽ ഉണ്ടാകാം. അതിന് ദൈവദൃഷ്ടിയിൽ പല കാരണങ്ങളും ഉണ്ട്. ന്യായപ്രമാണങ്ങളിൽ ഊറ്റം കൊണ്ടവനും റോമാ പൗരത്വം നേടിയവനും വിദ്യാസമ്പന്നനും രാപ്പകൽ കരയിലും കടലിലും സഞ്ചരിച്ച് തനിക്കുള്ള സകലവും ഛേദമെന്നെണ്ണി ജീവൻ അവഗണിച്ച സുവിശേഷം പ്രസംഗിച്ചവനും പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും അത്ഭുതങ്ങളും സ്വയാത്തമാക്കിയവനും തൻ്റെ ഉറുമാലിൽ പോലും അത്ഭുത സിദ്ധിയുള്ളവനുമായി കൃപയാൽ ജ്വലിച്ചു നിന്ന അപ്പോസ്തലനായ പൗലോസിനും ദൈവം മുള്ള് അനുവദിച്ചു. എന്തിനു വേണ്ടി? അതിനുത്തരം പൗലോസ് തന്നെ നൽകുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. 2 കൊരിന്ത്യർ 12:7 ദൈവം അനുവദിച്ചാൽ മാത്രമേ സാത്താന് നമ്മെ തൊടുവാൻ കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നിലെ മുള്ള് സ്വയം ഉണ്ടായതല്ല, അത് ഞാൻ നിഗളിച്ച് ആത്മീയ ജീവിതത്തിൽ മുട്ടുകുത്തി വീഴാതിരിപ്പാൻ ദൈവം തന്നതാണ്. ആ മുള്ള് നീങ്ങിപ്പോകുവാൻ ഞാൻ ദൈവത്തോട് നിലവിളിച്ചതാണ്. എന്നാൽ മുള്ള് നീങ്ങിപ്പോയില്ല. എന്നാൽ ദൈവം വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം നൽകി. അത് കൃപയാണ്. കൃപ എന്ന വലിയ സമ്മാനം യേശു എനിക്ക് നൽകി. യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12:9-10 ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ മുള്ളുകൾ കയറി വരും. അത് നമ്മെ ദൈവസനയിൽ താഴ്ത്തുന്നതിനും ദൈവരാജ്യത്തിന് അവകാശികളുമായി തീരുന്നതിനുമാണ്. താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം ദൈവം ആർക്കും അനുവദിക്കുകയില്ല. ഒരു നുകം നമ്മുടെ തോളിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടെ സർവശക്തനായ ദൈവം പോക്കുവഴിയും ഉണ്ടാക്കും. അബ്രഹാമിനും സാറയ്ക്കും മുള്ളുകൾ ഉണ്ടായിരുന്നു. സാറയ്ക്ക് മാറായുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹന്നായിക്ക് പെനീന മുള്ളായി മാറി. നവോമിക്കും രൂത്തിനും മുള്ളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും ദൈവകൃപയാൽ മുള്ളുകളെ ഭസ്മമാക്കി കളഞ്ഞു. നമുക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള മുള്ളുകൾ ഉണ്ടാകാം. മുള്ളുകളുടെ ഇടയിലാണ് വസിക്കുന്നതെങ്കിലും
മുള്ളുകൾ കുത്തി വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും മുള്ളുകളെ ഭസ്മമാക്കി നമ്മെ എന്നും മനോഹരമായ താമരയാക്കി നിർത്തുന്നതിന് ദൈവകൃപയ്ക്ക് കഴിയും. അതിനാൽ ജീവിതത്തിലെ മുള്ളുകളെ അതിജീവിക്കുവാൻ നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം മതി മുള്ളുകളെ ചാരമാക്കുവാൻ. ആ കൃപാസനത്തിലേക്ക് കടന്നു വരാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് മഹാപുരോഹിതൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായലേഖനം 4:14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. എത്ര വലിയ മുള്ളാണെങ്കിലും യേശു പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.